PM ശ്രീ പദ്ധതി അംഗീകരിക്കുന്നതിൽ മന്ത്രിസഭ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു. നയപരമായ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വിശദമായ ചർച്ച വേണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അജണ്ട മാറ്റിവെച്ചത്. കേന്ദ്ര നിർദ്ദേശങ്ങളിൽ വ്യക്തത വന്ന ശേഷം അടുത്ത മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. PM ശ്രീ പദ്ധതിയിൽ ചേരുന്നതിന് കേന്ദ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടുന്നതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയ്ക്ക് വന്നത്. 2 വർഷത്തിലേറെ നീണ്ട എതിർപ്പ് മാറ്റിവെച്ചാണ് സർക്കാർ പദ്ധതിയിൽ ചേരുന്നത് പരിഗണിച്ചത്. എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന്റെ മാർഗനിർദ്ദേശങ്ങളിൽ വിശദമായ ചർച്ച വേണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു. പദ്ധതിയിൽ ചേരുന്നതിനോടുള്ള എതിർപ്പ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്ന CPM മന്ത്രിമാർ ഇന്നും നിലപാട് ആവർത്തിച്ചു. ഇതോടെയാണ് തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചത്. PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് എഗ്രിമെൻ്റ് വയ്ക്കാൻ പറയുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ വ്യക്തത വരുത്തേണ്ട കാര്യമുണ്ട്. ഒന്നുകൂടി ഒരു പരിശോധനയും പഠനവും നടത്തുന്നതിന് വേണ്ടി അടുത്ത ക്യാബിനറ്റ് യോഗത്തിൽ മാറ്റിവെച്ചു. ഓരോ ബ്ലോക്ക് റിസോഴ്സ് കേന്ദ്രങ്ങളിലും 2 സ്കൂളുകളെ വീതം തിരഞ്ഞെടുത്ത് അടിസ്ഥാന സൗകര്യമടക്കം വികസിപ്പിക്കുന്നതാണ് PM ശ്രീ പദ്ധതി. കേരളത്തിൽ 336 സ്കൂളുകൾ തിരഞ്ഞെടുക്കാനാകും. പദ്ധതിയിൽ ചേരാൻ തയ്യാറാകാത്ത മൂലം കേന്ദ്രം പണം അനുവദിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പരാതി. 1327 കോടി രൂപ നഷ്ടമുണ്ടെന്നാണ് കണക്ക്. യഥാർത്ഥത്തിൽ ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നഷ്ടപ്പെടുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ കേരളത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന കാശാണ്. നിർദ്ദേശങ്ങളിൽ വ്യക്തത വന്ന ശേഷം അടുത്ത മന്ത്രിസഭാ യോഗം PM ശ്രീ പദ്ധതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കും. 24 തിരുവനന്തപുരം.